ഹലോ മക്കളെ, അപ്പൊ രണ്ടാമത്തെ ചാപ്റ്ററിലെ എല്ലാ കുട്ടികളെയും പുളകമടിച്ച ഒരു അടിപൊളി ട്രിക്ക് അഥവാ തങ്കൽ ലൈനുമായിട്ടാണ് സാർ വന്നിരിക്കുന്നത്. ആദ്യമായി പറയട്ടെ, രണ്ടാമത്തെ ചാപ്റ്ററിലെ ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാം. എന്താണ് തങ്കൽ ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം. അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളെ തങ്കൽ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, തങ്കൽ ലൈൻസ് 3 ആരോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനകത്തുള്ള ഏത് ചോദ്യവും ചെയ്യും. ഓക്കെ, നിങ്ങൾ കാണാം, നിങ്ങൾക്ക് ഈ ഒരു ആരോഗ്യയുടെ പ്രത്യേകത കാണാം. മുകളിലൊക്കെ നിങ്ങൾക്ക് മോളുകൾ കാണാം അല്ലെ. അതായത് ചില സമയത്ത് നമുക്ക് മാസ് തരും. മാസ് തന്നു കഴിഞ്ഞാൽ മോള് കണ്ടുപിടിക്കാനുണ്ടാവും ഒന്നാം ഘട്ടം. രണ്ടാമത്തത് ചിലപ്പോ വോളിയം അഥവാ വ്യാപ്തം തരും, എന്നിട്ട് മോള് കണ്ടുപിടിക്കാനുണ്ടാവും. ഓക്കെ, ഇനി ചിലപ്പോൾ നമ്പർ അഥവാ എണ്ണം തരും. അതായത് ഉദ്ദേശിച്ചത് ആറ്റങ്ങളുടെ എണ്ണം, തന്മാത്രയുടെ എണ്ണം, മോളിക്യൂൾസിന്റെ എണ്ണവും ആറ്റങ്ങളുടെ എണ്ണം ഒക്കെ കണ്ടുപിടിക്കാനുണ്ടാവും. അല്ലെങ്കിൽ അത് തരും, എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് മോള് കണ്ടുപിടിക്കാനുണ്ടാവും. ഈ 3 രീതിയിലാണ് ചോദ്യം വരിക. അപ്പൊ ആദ്യമേ പറയട്ടെ, ചിലപ്പോ മുകളിൽ നിന്ന് താഴേക്ക് വരണ്ടാവും. അതെന്തായാലും ശരി, നമുക്ക് അതിലേക്ക് വരാം. മാസ് എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ് മക്കളെ. ചോദ്യത്തിന്റെ അകത്ത് ഗ്രാമിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? അത് ഉറപ്പായിട്ടും മാസ് ആയിരിക്കും. ഇപ്പൊ 120 ഗ്രാം, 30 ഗ്രാം, 45 ഗ്രാം, 85 ഗ്രാം എന്നൊക്കെ പറയുന്നത് മാസ് ആയിരിക്കും. ഓക്കെ, ഇനി വോളിയം എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു സാധനവും ലിറ്ററിൽ തന്നാൽ അത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ 22.4 ലിറ്റർ, 30 ലിറ്റർ, 40 ലിറ്റർ, 42.2 ലിറ്റർ എന്നൊക്കെ പറയുന്നത് വോളിയമാണ്. ഇനി എണ്ണം, സാധാരണഗതിയിൽ എണ്ണം എന്ന് പറഞ്ഞ് തന്മാത്രകൾ ഇത്ര എണ്ണമാണ്, മോളിക്യൂൾസ് ഇത്ര നമ്പർ ആണ് എന്ന് പറഞ്ഞു തരൂ. അല്ലാണ്ട് എണ്ണത്തിന് പ്രത്യേക യൂണിറ്റ് ഒന്നുമില്ല, നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ 3 സാധനങ്ങളാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്കൊരു മാസ് തന്നെന്ന് വിചാരിക്കാം. മാസ് തന്നാൽ എങ്ങനെയാണ് മോള് കാണുന്നത് എന്നുള്ളതാണ്. മാസ് തന്നാൽ ആ മാസിനെ നിങ്ങൾ എന്ത് ചെയ്യാം? അറ്റോമിക് മാസ് കൊണ്ടോ അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് കൊണ്ടോ ആ മാസിനെ ഡിവൈഡ് ചെയ്യാം. തന്നിരിക്കുന്ന മാസ് ഇപ്പൊ 120 ഗ്രാം വിചാരിക്കാം. ആ 120നെ അറ്റോമിക മാസ് കൊണ്ടോ അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് കൊണ്ടോ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് മോള് കിട്ടും. അപ്പൊ നിങ്ങൾ ചോദിക്കാം, അല്ല സാർ, അറ്റോമിക മാസും മോളിക്കുലാർ മാസം എവിടെ കിട്ടുന്നതായിരിക്കും? അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോ, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരണം. ഓക്കെ, ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞ് ഇനി വോളിയം അല്ലെങ്കിൽ വ്യാപ്തം നമ്മളോട് മോള് കാണാൻ പറഞ്ഞു. സിമ്പിൾ. അപ്പൊ തന്നിരിക്കുന്ന ലിറ്ററിനെ ഇപ്പൊ 22 ലിറ്റർ ആവാം, 220 ലിറ്റർ ആവാം, 22.4 ലിറ്റർ ആവാം, എത്ര ലിറ്റർ ആയാലും ശരി, ആ വ്യാപ്തത്തിനെ നമ്മൾ 22.4 ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മോള് കിട്ടും. സിമ്പിൾ അല്ലെ. ഇനി അടുത്ത ഏരിയയിലേക്ക് പോവാണ്. നമ്പർ അഥവാ എണ്ണം തരും. ആറ്റങ്ങളുടെ എണ്ണം ഇത്രയാണ്, തന്മാത്രയുടെ എണ്ണം ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് തരും. എന്തെണ്ണം ആയിക്കോട്ടെ, ആ എണ്ണത്തിനെ 6.022 × 10⁻23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മോള് കിട്ടും അല്ലെ. ഇപ്പൊ ഒരു വലിയ സത്യങ്ങൾ മനസ്സിലായി. എന്താ മനസ്സിലായി? തന്നിരിക്കുന്ന സാധനത്തിനൊക്കെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഡിവൈഡ് ചെയ്യുന്ന ഓരോ സ്ഥലത്താണ് അല്ലെ. മാസാണെങ്കിൽ അറ്റോം മാസം ഉണ്ടോ മോളിക്കുലർ മാസം ഡിവൈഡ് ചെയ്താൽ മോള് കിട്ടി. ഇവിടെയാണെങ്കിൽ 22.4 ഡിവൈഡ് ചെയ്താൽ മോള് കിട്ടി. നമ്പർ 6.022 × 10⁻23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മോള് കിട്ടി അല്ലെ. ഇവിടുന്ന് മേലേക്ക് പോകണമെങ്കിൽ ഒക്കെ ഡിവൈഡ് ചെയ്യാം അല്ലേടാ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം, അല്ല സാറേ, മോള് തന്നു വിചാരിക്കാം, മാസ് കാണാൻ ചോദിച്ചാലോ? മാസ് കാണാൻ ചോദിച്ചാൽ ഇവിടുന്ന് മേലോട്ട് പോകാനാണെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഇനി അവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ ഇതേ സാധനം കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇപ്പൊ മോള് തരും. ഫോർ എക്സാമ്പിൾ മോള് 2 ആണെന്ന് ചോദിക്കുക, 2 മോൾ. എന്താ നിങ്ങളോട് മാസ് കാണാൻ പറഞ്ഞു? ഒന്നുമില്ല, ആ മോളിനെ അറ്റോമിക് മാസ് കൊണ്ട് ഗുണിക്കുക. അറ്റോമിക് മാസ് ഓർ മോളിക്കുലർ മാസ്. ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ എന്ത് ചെയ്യുക? മുകളിൽ നിന്ന് താഴേക്ക് വരാൻ ഇൻറ്റു ചെയ്യുക. അടിയിൽ നിന്ന് മുകളിലേക്ക് പോകാൻ ഡിവൈഡ് ചെയ്യുക. ഈ ഒറ്റ സാധനം ഓർത്താൽ മതി കേട്ടോ. ഓരോ ആരോയ്ക്കും അടിയിൽ എന്തുണ്ട് നോക്കുക. ഇവിടുന്ന് മേലോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാസ് തന്നാൽ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താലേ മോള് കിട്ടൂ. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം തന്നാൽ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താലേ മോള് കിട്ടൂ. ഇനി നമ്പർ തന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താലേ മോള് കിട്ടൂ കേട്ടോ. റെഡി ആണല്ലോ മക്കളെ? റെഡി ആണല്ലോ. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഈ ഒറ്റ സാധനം നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. തങ്കൽ ലൈൻസ് അത്രയും സിമ്പിൾ ആണ്. ഓക്കെ, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഏത് കുരുക്കയക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആയി ശരി നമുക്ക് അയച്ചെടുക്കാം. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ മോൾ. നമ്മളോട് മോളിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചേ അല്ലെ. നമുക്കാണെങ്കിൽ 3 മോളുണ്ട്, പേടിക്കേണ്ടടാ. അതിനെന്ത് ചെയ്യാ? ഈ ലൈൻസ് ഒന്ന് വരയ്ക്കുക. നമ്മളെ തങ്കൽ ലൈൻസ് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് 440 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്, ബ്രാക്കറ്റിൽ 44 ഗ്രാം മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ അറ്റോ മാസം ഒക്കെ തരും, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഈ നിങ്ങളെ ചോദ്യം എത്രയേ ഉള്ളൂ? ഈ 440 ഞാൻ ഇവിടേക്ക് വരയ്ക്കാം കേട്ടോ. കുറച്ച് വലുതാക്കി
ഇവിടേക്ക് വരയ്ക്കാം. ഇതാ 3 ലൈൻസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, തൽക്കാലത്തേക്ക് അവിടെ വായിക്കാം. റെഡി. ഇനി എന്റെ ചോദ്യം എന്റെ മക്കളോട് എന്റെ ചോദ്യം ഇതാണ്: ഈ 440 ഗ്രാം എന്നുള്ളത് നമ്മൾ എവിടെയാണ് എഴുതി വെക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം, അല്ലെ? ഗ്രാം തന്നാൽ ഇവിടെ, ലിറ്റർ തന്നാൽ ഇവിടെ, എണ്ണം തന്നാൽ ഇവിടെ. 440 ഗ്രാം അല്ലടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ലൈൻ്റെ അടിയിലായതുണ്ട്. സോ 440 ഗ്രാം എന്നിവിടെ എഴുതി വെച്ചു, സേഫായി, അല്ലെ? നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? മോള് കണ്ടുപിടിക്കാൻ. ഇതാ നേരെ മേലോട്ട് പോയ പോരെ. ഇതാ ഈ 440 നേരെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതി. ഇവിടേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 440 തന്നിരിക്കുന്ന അറ്റോമിക് മാസ് ഓർ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 440 ഡിവൈഡഡ് ബൈ 44 എത്ര കിട്ടും? 440 44 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 10 മോൾ എന്ന് ആൻസർ കിട്ടും. 10 മോൾ എന്ന ആൻസർ കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം ശരിയായി. ഇത്രയും സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, ഇതിന്റെ കുറച്ചുകൂടിയും ഒരു വലിയ ലെവൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് കൊടുത്തിരിക്കുന്നത്. നോക്കൂ മക്കളെ, 44.8 ലിറ്റർ ഓഫ് NO2. എന്നിൻ്റെത് 14, ഓക്സിജൻ്റെത് 16 ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. റെഡി. ഇനി ഫൈൻഡ് ദ മാസ് എത്ര, നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര. ഓക്കെ, എന്ത് വന്നാലും ശരി ധൈര്യസമേതം നിങ്ങൾ ആദ്യം തന്നെ തങ്കൻ ലൈൻസ് വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം 444.8 ലിറ്റർ അല്ലേടാ, ലിറ്റർ അല്ലേ? ലിറ്റർ എവിടെയായിരുന്നു എഴുതേണ്ടത്? ഗ്രാം ആണെങ്കിൽ ഇവിടെ എഴുതാം, ലിറ്റർ ആണെങ്കിൽ ഇവിടെ എഴുതാം, എണ്ണമാണെങ്കിൽ ഇവിടെ എഴുതാം. മാറിപ്പോയതേ. GLN, GLN നമ്പർ, അല്ലെ? അപ്പോൾ ലിറ്റർ ആണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ലൈൻ്റെ അടിയിൽ എഴുതുന്നു. എത്ര? 44.8 ലിറ്റർ എന്ന് എഴുതി വെക്കുന്നു. സെറ്റ്. ഇനി നമ്മളോട് എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ മാസ് ആണ് ചോദിച്ചത്. മാസിന്റെ പൊസിഷൻ ഏടാ? മാസിന്റെ പൊസിഷൻ ഇതല്ലടാ മാസ്. ഇത് മാസ്, ഇത് വോളിയം അഥവാ വ്യാപ്തം, ഇത് എണ്ണം, അങ്ങനെയല്ലേ? ഗ്രാം, ലിറ്റർ, അതാദ്യം പഠിക്കണം. ഇത് മാസ്, അത് ഗ്രാമിലേ തരൂ. ഇത് ലിറ്റർ അല്ലെ, സോറി, ഇത് വോളിയം അഥവാ വ്യാപ്തം, അത് ലിറ്ററിലേ തരൂ. ഇത് നമ്പർ അഥവാ എണ്ണം, അത് പിന്നെ എന്തിൽ വേണം തരാം കേട്ടോ. അതിന് പ്രത്യേക യൂണിറ്റ് ഒന്നുമില്ല. അപ്പം 44.8 ലിറ്ററിന് ഇതാ ഇവിടെ എത്തണം, അല്ലെ? ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് വേണ്ടത്. ഇതാ ഇവിടെ എത്തണം. ഇവിടെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 44.8 ലിറ്ററിനെ നമ്മൾ ആദ്യം തന്നെ മേലോട്ട് കൊണ്ടുപോകാം, അല്ലെ? അടിയിൽ കൂടി പിന്നെ നടക്കാനുള്ള പാലല്ല. പാലം കംപ്ലീറ്റ് അതിലൂടെയൊക്കെ പോവുള്ളൂ. അടിയിൽ കൂടി പാലല്ല. ഇവിടെ വലിയ കുഴിയാണ് കണ്ടോ, വലിയ കുഴി. ഈ 44.8 ലിറ്ററിന് ഇങ്ങോട്ട് എത്തിക്കണം. ഇങ്ങോട്ട് എത്തിക്കണമെങ്കിൽ എൻ്റെ മക്കൾക്കറിയാം 44.8 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെ? 44.8 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടി? 2 മോൾ എന്ന് കിട്ടി. റിസെറ്റ്. ഇനിയാണ് തങ്കൻ ലൈൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം ഇതാണ്. ഓക്കെ, ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കും. സെറ്റ്, അല്ലെ? അപ്പൊ ആ 2 നേരെ താഴേക്ക് കൊണ്ടുവരണം. 2 നേരെ താഴേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ 2 ഗുണിക്കണം. ആരെ കൊണ്ട് ഗുണിക്കണം? അറ്റോമിക് മാസ് കൊണ്ടോ മോളിക്കുലാർ മാസ് കൊണ്ടോ ഗുണിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് മേലേക്ക് പോകണമെങ്കിൽ അറ്റോമിക് മാസ് കൊണ്ടോ മോളിക്കുലാർ മാസ് കൊണ്ടോ ഹരിക്കുക. അവിടുന്ന് താഴേക്ക് വരാണെങ്കിൽ അറ്റോമിക് മാസ് കൊണ്ടോ മോളിക്കുലാർ മാസ് കൊണ്ടോ ഗുണിക്കുക. ഇതേ ഉള്ളൂ. മേലോട്ട് പോകണം അറ്റോമിക് മാസ് കൊണ്ടോ മോളിക്കുലാർ മാസ് കൊണ്ടോ ഹരിക്കുക. മുകളിൽ നിന്ന് താഴേക്ക് വരാണെങ്കിൽ അറ്റോമിക് മാസ് കൊണ്ടോ മോളിക്കുലാർ മാസ് കൊണ്ടോ ഗുണിക്കുക. അപ്പൊ 2 ഇൻറ്റു അറ്റോമിക് മാസ് ഓർ മോളിക്കുലാർ മാസ്. ഇതാ ഇവിടെ തന്നിട്ടുണ്ട് N14, ഓക്സിജൻ 16, അല്ലെ? പക്ഷെ നമുക്ക് തന്നത് NO2 എന്നാണ്, അല്ലെ? NO2 ആണ് തന്നത്. അപ്പൊ എന്ത് ചെയ്യാ? നേരെ Nന്റെ വാല്യൂ കൊടുക്കുക, ഓക്സിജന്റെ വാല്യൂ കൊടുക്കുക. N എത്ര? N 14 അല്ലേടാ? 14 പ്ലസ് ഓക്സിജൻ്റെത് 16 അല്ലേ? ഐറ്റ 2 അല്ലേ? അപ്പൊ O2 എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു 2 32. ടോട്ടൽ എത്ര വന്നു? 4 2 6 46 എന്ന് വന്നില്ലടാ, 46 എന്ന് വന്നില്ലേ, അല്ലെ? ഒന്നുകൂടി നോക്കേ. Nൻ്റെത് ഓൾറെഡി 14 ഇവിടെ തന്നു. ഓക്സിജൻ 1ന്റെ വാല്യൂ 16 ആണ്. ഐറ്റ 2 16 ഇൻറ്റു 2 32. സോ ടോട്ടൽ 46. അപ്പൊ എന്ത് ചെയ്യണം? 2 ഇൻറ്റു മോളിക്കുലാർ മാസ് 46. ഇടയല്ലേ? എത്ര കിട്ടിയടാ മക്കളെ? 6 2 12, ബാക്കി 1 4 2 8 1 9. 92 ഗ്രാം ആയിരിക്കും ഇതിന്റെ ഉത്തരമായിട്ട് വരിക. 92 ഗ്രാം. സെറ്റാണോ മക്കളെ? സെറ്റാണോടാ? 92 ഗ്രാം കേട്ടോ. അപ്പൊ ഈ 2 നമുക്ക് കിട്ടിയ 46 കൊണ്ട് ഗുണിച്ചു, അഥവാ മോളിക്കുലാർ മാസ് കൊണ്ട് ഗുണിച്ചു. നമുക്കറിയാം 2 താഴോട്ട് അടക്കണമെങ്കിൽ അറ്റോമിക് മാസ് കൊണ്ടോ മോളിക്കുലാർ മാസ് കൊണ്ടോ ഗുണിക്കണം. നമുക്കറിയാം മേലോട്ട് വേണമെങ്കിൽ അതിനെ കൊണ്ട് ഹരിക്കുക, താഴോട്ട് ആണെങ്കിൽ അതിനെ കൊണ്ട് ഗുണിക്കുക.
ഇവിടെയാണെങ്കിൽ മേലോട്ട് വേണമെങ്കിൽ 22.4 കൊണ്ടായിരിക്കുക, താഴേക്ക് വരണമെങ്കിൽ 22.4 കൊണ്ട് ഗുണിക്കുക. കണ്ടോ, ഇത്രയും സിമ്പിളായിട്ട് ഇത് എങ്ങനെയാണോ പറയാ, എങ്ങനെയാ പറയാൻ കഴിയുന്നത് അല്ലെ? 92 gram കൂട്ടിയ റെഡി അല്ലേ? 6 2 12 4 ഓക്കെ റെഡി. ഇനി തന്മാത്രകളുടെ എണ്ണം കാണാൻ പറഞ്ഞു. തന്മാത്രകളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് മോളിക്യൂൾസ് എവിടെയാ? നമ്പർ കംപ്ലീറ്റ് ഈന്റെ അടിയിലല്ലേ വരുന്നത്? നമ്പർ ഇവിടെയാ വരുന്നത് അല്ലെ? ഇവിടെ എത്തണം. എവിടെ എത്തി ഇപ്പൊ കഥ? ഇവിടെ 2, ഇവിടെ 2, ഇവിടെയും 2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കും. സെറ്റ്. ഇനി ഈ 2 നേരെ താഴേക്ക് ഇറക്കിയ പോലെ, ഇതാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിന്റ്. ഈ 2 നേരെ താഴോട്ട് ഇറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ഇൻറ്റു ആരെ കൊണ്ടാ ഇൻറ്റു വേണ്ടത്? 6.022 ഇൻറ്റു 10⁻23. ഇത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി, ഇതൊന്നും ചെയ്യണ്ട കേട്ടോ. 6.022 ഇൻറ്റു 10⁻23 ആയിട്ട് ബന്ധപ്പെട്ട ഒരു കണക്കുകൾ നിങ്ങൾ ചെയ്യേണ്ട, ഇത് അങ്ങനെ തന്നെ ഇതാ. അങ്ങനെയാ സാറേ, ഇതെങ്ങനെയാ ഗുണിച്ച്? എടാ മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മേലോട്ട് പോവുകയാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിനെ 6.022 ഹരിക്കുക. അവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ 2 ഇൻറ്റു ഇതുകൊണ്ട് ചെയ്യാം അല്ലെ? റെഡി അല്ലേ മക്കളെ? അപ്പൊ 2 ഇൻറ്റു ഇവിടുന്ന് മേലോട്ടാണെങ്കിൽ 6.022 ഇൻറ്റു 10⁻23 കൊണ്ട് ഹരിക്കുക. അവിടുന്ന് ഇങ്ങോട്ടാണ് വരേണ്ടതെങ്കിൽ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ 2നെ ഈ സംഖ്യ കൊണ്ട് അഥവാ മോളിനെ 2 ഇൻറ്റു 6 കൊണ്ട് ഗുണിക്കുക കേട്ടോ. അപ്പൊ എല്ലാ കുട്ടികൾക്കും എന്താണ് തങ്കൽ ലൈൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളെ കിളിയൊക്കെ പോയി അല്ലെ? എന്നോ മോൾ കൺസെപ്റ്റിന്റെ കിളിയൊക്കെ പോയിട്ടുണ്ട്, ഇപ്പോഴാണ് കൂട്ടിലേക്ക് വന്നത് എന്ന് തോന്നുകയാണെങ്കിൽ ആ സന്തോഷം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ. മാത്രമല്ല, ഇത് അറിയാത്ത ഒരുപാട് കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഇത് കണ്ട ഉടനെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ വേഗം അവർക്ക് അയച്ചു കൊടുക്കുക. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ടുകളും ട്രിക്കുകളും അടിപൊളി പാട്ടുമായിട്ട് ഇന്ന് കൃത്യം 7:15 നമ്മളെ അവസാനത്തെ ലൈവ് അല്ലെ, എല്ലാം കൂടി ചേർത്തിട്ട് ഒറ്റയടിക്ക് ഒറ്റ സ്ട്രക്ചറിൽ നമ്മൾ മുഴുവൻ ക്വസ്റ്റ്യൻ പറയുന്ന ലൈവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ലൈവ് ലിങ്ക് അടി കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. വൈകുന്നേരം നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.